ഇനി അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. നമ്മൾ തിരുവനന്തപുരത്തെ BJP കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയിൽ സഹകരണ വകുപ്പ് രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടി അന്വേഷണ സംഘം. ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ടും ഹാജരാക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിയെടുക്കും. വലിയശാല ഫാം ടൂർ സൊസൈറ്റിയിൽ വ്യാപക ക്രമക്കേടെന്നായിരുന്നു സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട്. എന്തായാലും തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ പങ്കുവയ്ക്കും. സിജോ, ഇപ്പോൾ റിപ്പോർട്ടുകൾ തേടുന്നു, അതായത് കാര്യമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് ഈ സൊസൈറ്റിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ജുൽസി, വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അനിലിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രശ്നമാണ് എന്നുള്ളത് സംബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. കുടുംബവും അക്കാര്യം തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് വന്നിരുന്നത്. ഇനി ഇതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയുടെ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് രജിസ്ട്രാറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഒരു കൃത്യത വരുത്താൻ ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ്. ഈ സൊസൈറ്റിയിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തി അതുവഴി വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ആളുകളും വായ്പ എടുത്ത് മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിയമവിരുദ്ധമായാണ് ഇത്തരത്തിൽ വായ്പകൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തലുണ്ടായിരുന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ടും ഇതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടും ഉടൻ തന്നെ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് സഹകരണ വകുപ്പ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെയോടുകൂടിയാണ് ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ സൊസൈറ്റിയിലെ അംഗങ്ങൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ജീവനക്കാർ എന്നിവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും നാളെയോടുകൂടി തന്നെ ഇതിന്റെ അന്വേഷണം ഊർജിതമായി ആരംഭിക്കും, മൊഴിയെടുക്കൽ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് പോകുക.